ഹലോ ഗൈസ്, നോർമലി എല്ലാ ഓഫറും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനൊരു ഓഫർ ഉണ്ട് എന്നറിയാറ്. ഇപ്രാവശ്യം നേരത്തെ അറിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ച് ചോദിച്ചു, വാ നമുക്ക് പോവാം, ഇങ്ങനൊരു ഓഫർ ഉണ്ട്, ഒരു ബക്കറ്റ് മേടിച്ചാൽ ഒരു ബക്കറ്റ് ഫ്രീ. അതായത് കുറച്ച് 2-3 ഫ്രണ്ട്സ് എല്ലാം ജോലിയായി പോയി കഴിക്കാൻ നല്ലൊരു വൈബായിരിക്കും എന്ന് വിചാരിച്ചാൽ എല്ലാത്തിനെയും വിളിച്ചത്. നോക്കുമ്പോൾ ആ ടൈമിൽ ഒരു മനുഷ്യനും കയ്യല്ല KFC കഴിക്കാൻ വരിക, എല്ലാത്തിനും ഓരോ പണി. അവസാനം ഞാൻ ഒറ്റയ്ക്ക് പോയി കഴിക്കുന്ന വെച്ചിട്ട് ഞാൻ നേരെ തലശ്ശേരി എത്തി. അവിടുന്ന് കണ്ണൂർ കോക്ടെയിലും കുടിച്ചിട്ടാണ് നമ്മൾ അടുത്ത പരിപാടി നോക്കിയത്. അങ്ങനെ KFCയിലെത്തി ഗൈസ്. KFC എത്തി. അങ്ങനെ KFC പോയി സാധനം ഓർഡർ ചെയ്ത് പാക്ക് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഒരു അൺഎക്സ്പെക്റ്റഡായ ഒരു സെലിബ്രിറ്റിയെ ഞാൻ കണ്ടത്. ഒരു യൂട്യൂബിൽ അത്യാവശ്യം ഫേമസ് ആയ ഒരു കണ്ടന്റ് ക്രിയേറ്റർ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ പോയി ഡിസ്റ്റർബ് ചെയ്തില്ല. ഞാൻ എൻ്റെ KFC എടുത്ത് തിരിച്ച് നേരെ വീട്ടിലോട്ട് വരാൻ നോക്കി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ KFC ഒരു കണ്ടന്റ് ക്രിയേറ്ററെ കണ്ടു എന്ന്. പുള്ളിക്കാരൻ്റെ പേജാണിത്. ഇറ്റ്സ് മീ കായ്സ്. ലൈക്ക് പ്രൊണൗൺസിയേഷൻ തെറ്റിയാൽ എന്നോട് ക്ഷമിക്കുക. സത്യം പറഞ്ഞാൽ നാവെല്ലാം ഉടക്കിയിട്ടും കറക്റ്റ് പ്രൊണൗൺസിയേഷൻ വായിക്കാൻ അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എനിവേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പുള്ളിക്കാരനെ ഞാൻ കണ്ടു. ഞാൻ ആദ്യം അങ്ങോട്ട് പോയി അപ്രോച്ച് ചെയ്ത് ബ്രോൻ്റെ വീഡിയോസ് എല്ലാം നല്ല 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 വീഡിയോസാണ്, കൊള്ളാമെന്ന് പറയുന്നത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ 2-3 പ്രാവശ്യം ആലോചിച്ചു, ലൈക്ക് അവർ ഫാമിലി ആയിട്ട് വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് നമ്മൾ വെറുതെ ക്യാമറയും പിടിച്ച് പോയിട്ട് ഹായ് ബ്രോ, ആക്ച്വലി വേറെ ബ്രോൻ്റെ വീഡിയോ എല്ലാം ഞാൻ കാണാറുണ്ട്, നല്ല വീഡിയോ ആണ് എന്ന് പറയുന്നതിൽ ലൈക്ക് എനിക്ക് അത്ര എൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ അവർ ഫാമിലി ആയിട്ട് ഫുഡ് കഴിക്കാൻ വരുന്ന സമയത്ത് ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്ന് തോന്നി. അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടു. ഞാൻ 2 സെക്കൻഡ് 3 സെക്കൻഡ് ആലോചിച്ചു, പുള്ളിക്കാരൻ തന്നെയാണോ? ലൈക്ക് കണ്ടിട്ട് 2 സെക്കൻഡ് ഇങ്ങനെ നോക്കിയിരുന്നു. കൺഫേം പുള്ളിക്കാരൻ തന്നെയാണ്. പിന്നെ ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാനൊന്നും പോയിട്ടില്ല ഗൈസ്. അവർ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ അവർ ഫുഡ് കഴിക്കുന്നു, പോകുന്നു. ലൈക്ക് അവരുടെ പ്രൈവറ്റ് മൂമെൻറ്റ്സ് എൻജോയ് ചെയ്യുന്നു. അപ്പോൾ അവരുടെ ഫാമിലി ആയിട്ട് വന്ന് ഫുഡും കഴിക്കുന്നു. അപ്പോൾ ഞാൻ വെറുതെ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഹായ് ബ്രോ, വീഡിയോസ് എല്ലാം നല്ലതാണ്, കാണാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്ന് വെച്ചു. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവർ ഫുഡ് മേടിച്ച് മേലോട്ട് ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ ഫുഡ് പാർസൽ മേടിച്ച് ഞാൻ നേരെ ബസ്സും കയറി വീട്ടിലോട്ട്. ഇത്രയേ ഉള്ളൂ. ഇത്രയും നടന്നുള്ളൂ. എന്തായാലും നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാൻ തോന്നി. അത്രേ ഉള്ളൂ. നമുക്ക് ബാക്കി പറയാം. ബാക്കി എന്താ സംഭവിച്ചെന്ന് നോക്കാം. ഗൈസ്, കഷ്ടപ്പാടാണ് തുറന്നെടുക്കാൻ. ഒന്ന് 2 3 4 5 6 7 8. So let's eat it guys. ഇങ്ങനെ ഡിപ്പ് ചെയ്യുക ഗൈസ്. ഇത് കഴിക്കാം. നല്ല ചിക്കൻ എടുക്കുന്നു, മാനസ് മുക്കിയിട്ട് ലെഗ് പീസ് എടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ആദ്യമായിട്ടാണ് KFCൻ്റെ ഓഫർ സമയത്ത് പോയിട്ട് കറക്റ്റ് ഈ ഓഫർ മേടിച്ചാണ് കഴിക്കുന്നത്. ഞാൻ എത്തി നിർക്കട്ടെ. ബൈ.